നമസ്കാരം. ഇക്കാലത്ത് നിരവധി ചെറുപ്പക്കാരാണ് കുടലിലെ അർബുദബാധയെ തുടർന്ന് മരിക്കുന്നത്. നേരത്തെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ പ്രായം ചെന്ന ആളുകളിലാണ് ഈ കുടലിലെ അർബുദബാധ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഗവേഷകർ. ആൻറ്റിബയോട്ടിക്കുകളുടെ നിരന്തരമായ ഉപയോഗമാണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പൊതുവെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏതെങ്കിലും ചെറിയ അസുഖം വന്നാൽ പോലും അതിന് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ഒരു രീതി വളരെ സർവ്വസാധാരണമാണ്. പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഇപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതിനെ ഡോക്ടർമാർ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എങ്കിലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിസ്സാര അസുഖത്തിനും ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. ഈ മേഖലയിൽ നിരവധി ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രൊഫസർ ഗലോവേ ആണ് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കടുത്ത ക്ഷീണമെന്ന പരാതിയുമായി തന്നെ സമീപിച്ച ഒരു 30-കാരനായ കർഷകനെക്കുറിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തനിക്ക് ഉറക്കക്കുറവുണ്ടെന്നും ഇയാൾ ഡോക്ടറോട് പറഞ്ഞു. കൂടുതൽ പരിശോധനയിൽ ഇയാളുടെ കണ്ണുകളിൽ മഞ്ഞ നിറവും കണ്ടെത്തി. തുടർന്ന് ഇയാളുടെ രക്തപരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ തീരെ കുറവാണെന്നും കരളിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇയാളെ CT സ്കാനിങ്ങിന് വിധേയനാക്കി. പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ രോഗിക്ക് കുടലിൽ അർബുദമാണെന്നും അത് 4ാം ഘട്ടത്തിലേക്ക് കടന്നതായും മനസ്സിലായി. അർബുദം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. 2 മാസത്തിന് ശേഷം രോഗി മരിക്കുകയും ചെയ്തു. വളരെ പ്രായം ചെന്നവരിൽ മാത്രമേ കുടലിലെ അർബുദം ബാധിക്കുകയുള്ളൂ എന്ന തൻ്റെ ധാരണ തെറ്റിച്ച സംഭവമായിരുന്നു ഇത് എന്നാണ് ഗലോബെ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 50 വയസ്സിൽ താഴെയുള്ള നിരവധി പേർക്ക് കുടലിൽ അർബുദബാധ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 1990 മുതൽ വർഷത്തിൽ 2% വീതമാണ് ഇക്കാര്യത്തിൽ വർധനവ് ഉണ്ടാകുന്നത്. പലപ്പോഴും രോഗലക്ഷണങ്ങൾ രോഗികൾ അവഗണിക്കുന്നതാണ് മരണകാരണമായി മാറുന്നതെന്നാണ് ഗലോബെ പറയുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥിനി അവരുടെ വിസർജ്യത്തിൽ രക്തത്തിൻ്റെ അംശം കണ്ടെത്തിയതായി തന്നെ വന്ന് കണ്ട് അറിയിച്ചിരുന്നു. ആദ്യമൊക്കെ അവർ ഇക്കാര്യം അവഗണിക്കുകയായിരുന്നു. പിന്നീട് കൂടുതൽ ഇത് രൂക്ഷമായതിനെ തുടർന്നാണ് ഡോക്ടറെ കാണാനെത്തിയത്. വിദ്യാർത്ഥിനിക്ക് കുടലിൽ അർബുദബാധയുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് പരിശോധന നടത്താനാണ് ഇപ്പോൾ ഡോക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ആയിരുന്നുവെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുമായി വരുന്നവരെ താൻ കുടലിലെ അർബുദബാധ പരിശോധിക്കാൻ അയക്കില്ലായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ചെറുപ്പക്കാർക്ക് കുടൽ ക്യാൻസർ ഉണ്ടാകുന്നതെന്നറിയാൻ വലിയൊരു സംഘം ഗവേഷകർ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയൊരു ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഗവേഷണ ഫലങ്ങൾ പുറത്തു വരാൻ 5 വർഷമെങ്കിലും എടുക്കും എന്നാണ് കരുതപ്പെടുന്നത്. ജീവിതശൈലി മാറിയതും പരിസ്ഥിതി മലിനീകരണവും എല്ലാം ഇതിന് കാരണമാണ്. കൂടാതെ നാരുകൾ തീരെയില്ലാത്ത ഇറച്ചി പോലെയുള്ള ഭക്ഷണം നിരന്തരം കഴിക്കുന്നതും കുടൽ ക്യാൻസറിനെ ക്ഷണിച്ചു വരുത്തും. അമിത ഭാരവും മദ്യപാനവും പുകവലിയും മതിയായ വ്യായാമമില്ലാത്തതുമെല്ലാം ഈ രോഗത്തിന് കാരണമായി ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഗവേഷണ ഫലം കാണിക്കുന്നത് കുടലിലെ അർബുദബാധയ്ക്ക് പ്രധാന കാരണമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗമാണ് എന്നാണ്. 50%-ലധികം പേർക്ക് കുടലിൽ ക്യാൻസർ ബാധിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം കാരണമാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നതും ഇത്തരത്തിൽ ആരോഗ്യത്തെ ഗുരുതരാവസ്ഥയിലെത്തിക്കും എന്നാണ് ഈ ഗവേഷകർ പറയുന്നത്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ആൻറ്റിബയോട്ടിക്കിനെ ആശ്രയിക്കുന്ന പുതിയ തലമുറ ഇക്കാര്യം വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒന്ന് തന്നെയാണ്. ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ അസുഖത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയുന്നു എങ്കിലും അത് കുടലിലെ അർബുദബാധ പോലെയുള്ള അതീവ ഗുരുതരമായ മാരകമായ രോഗങ്ങളിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷണങ്ങളിൽ നിന്ന് തെളിയുന്നത്. ഏതായാലും ഒരു 5 വർഷം സമയമെടുത്ത് കൂടുതൽ ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റ് കാരണങ്ങളും ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിലുള്ളതായി ചൂണ്ടിക്കാട്ടിയേക്കാം. എങ്കിലും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നമ്മൾ അല്പം നിയന്ത്രിക്കുന്നത് തന്നെയാണ് നല്ലത്.